മൈമ സ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് സമയം 6 മണിയായി. അപ്പോൾ 6 മണിക്ക് ശേഷമുള്ള എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ഓമന ചേച്ചി കുറച്ച് ചക്ക ക്ലീൻ ചെയ്ത് നന്നാക്കി കൊണ്ട് തന്നിട്ടുണ്ട്. അതിന് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ആ പരിപാടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ വൈകുന്നേരം ഞങ്ങൾ അമ്മച്ചിയുടെ ചേച്ചിമാരുടെ വീട്ടിൽ ചിലപ്പോൾ ഒന്ന് പോകും. അങ്ങനെയാണെങ്കിൽ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തെന്നുള്ളത് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. പിന്നെ ഇങ്ങനെയുള്ള വീഡിയോ കാണാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്നും കൂടി അവരുടെ അടുത്തൊന്ന് പറഞ്ഞുതരേ. ഓക്കെ, അപ്പോൾ പിന്നെ ഒരു കാര്യം ഉണ്ടായിട്ടോ. ഞാനിന്നിപ്പോൾ ഇങ്ങനെ ചക്ക കിട്ടി. ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ അങ്ങനെ ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ അയൽപക്കക്കാരുമായിട്ടുള്ള ബന്ധമൊക്കെ വളരെ മോശമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ. അതായത് ഇപ്പം നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ടൈമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ടൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയൽവക്കത്തെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ വൈകുന്നേരം സ്കൂൾ വിട്ട് വന്ന് പോയി കഴിഞ്ഞാൽ കൂട്ടുകാരുടെയൊക്കെ കൂടെ കറങ്ങി അടിച്ച് വൈകുന്നേരം 7 മണിയാവും വീട്ടിൽ കയറാനായിട്ട്. അന്നൊന്നും ആരെയും പേടിക്കണ്ടായിരുന്നു. ആരുടെ വീട്ടിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോവായിരുന്നു. അതൊക്കെ എന്ന് പറഞ്ഞാൽ അന്നത്തെ ബന്ധങ്ങളുടെ ഒരു ഭംഗിയായിരുന്നു അതൊക്കെ. ആരെ നമുക്ക് അങ്ങനെ ആരും അങ്ങനെ ഒരു മോശം കാര്യങ്ങളൊന്നും അന്നത്തെ കാലത്ത് ഞങ്ങൾ കേട്ടിട്ട് പോലും ഇല്ല. അപ്പോൾ പെൺകുട്ടിയായിട്ട് കൂടി എനിക്ക് അത്രയും ഫ്രീഡം ഉണ്ടായിരുന്നു. എല്ലാ വീട്ടിലും നമുക്ക് അത്രയും സേഫായിരുന്നു. ഇപ്പോൾ ആരെങ്കിലും എവിടെയെങ്കിലും പോവുകയാണെങ്കിലും ആരുടെയെങ്കിലും, ഇപ്പോൾ ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ജിൻസി ഉണ്ട്, ബിബിതയുണ്ട്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ എൻ്റെ വീട് ഇവിടെയാണെങ്കിൽ അപ്പുറത്ത് ഇപ്പുറത്ത്, അതായത് ട്രയാങ്കിൾ ഷേപ്പിലായിരുന്നു ഞങ്ങളുടെ 3 പേരുടെയും വീട്. മീൻസ് ആ ഒരു രീതിയിൽ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ജിൻസിയുടെ വീട്ടിൽ പോയി രാത്രി കിടക്കാറുണ്ട്. ബിബിത വരാറുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. ഞങ്ങളെല്ലാവരും ഭയങ്കര ഒരു കണക്ഷനായിരുന്നു. ഇന്നത്തെ കാലത്ത് അതൊന്നും ഒരിക്കലും പോസിബിൾ ആവില്ല. കാരണം ഒരിക്കലും നമുക്ക് ആരെയും വിശ്വസിക്കാനും പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെ ആണല്ലോ നമ്മളുടെ സമൂഹത്തിൽ. അപ്പം ആ ചേച്ചി എനിക്ക് ചക്ക നന്നാക്കി കൊണ്ടു തന്നു. അപ്പോൾ എനിക്കിങ്ങനെ അയ്യോ അങ്ങനെയൊക്കെ ചെയ്യുമോ, ചക്കയൊക്കെ സാധാരണ ഇങ്ങനെ അങ്ങനെ തന്നെ കൊണ്ടു തരാറുണ്ട്, ആരും നന്നാക്കിയൊന്നും കൊണ്ടു തരാറില്ല. അപ്പോൾ ചേച്ചി ഇങ്ങനെ നന്നാക്കി കൊണ്ടു തന്നപ്പോൾ ഞാനെന്നാൽ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇടാമെന്ന് കരുതിയിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി അവിടെ ഞങ്ങളുടെ പ്രയറിൻ്റെ ആ ഒരു ഏരിയയിൽ കൊണ്ടുവന്ന് ഫോണൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. വീഡിയോ എടുത്ത് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ പൊട്ടലും ചീറ്റിലൊക്കെ സൗണ്ട് ഇട്ട് ഞാൻ ആകെ പേടിച്ചു പോയി. പിന്നെ വീഡിയോ പകുതി വെച്ച് അവസാനിപ്പിച്ചിട്ട് നേരെ ഞാൻ യൂട്യൂബിലേക്ക് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾ പുതിയതായിട്ട് താമസിക്കാനായിട്ട് വന്ന ഏരിയ ആട്ടോ ഇത്. അപ്പോൾ അപ്പുറത്തിപ്പുറത്തൊക്കെ വീടുകളുണ്ടെങ്കിലും ഞാനങ്ങനെ വീട്ടിലോട്ട് പോവോ അവരെ നമ്മുടെ വീട്ടിലേക്ക് വരും അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. കാണുമ്പോൾ സംസാരിക്കും, വിശേഷങ്ങളൊക്കെ അങ്ങനെ അറിയും, പിന്നെ എല്ലാം സ്റ്റാറ്റസിന് സ്റ്റോറിയൊക്കെ ഇടുന്നതുകൊണ്ട് അങ്ങനെ അറിയും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുതരും. പിന്നെ ഞാൻ ചെയ്യാറുള്ളൊരു കാര്യം എന്നാ, എൻ്റെ അമ്മച്ചിയൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുള്ള കാര്യം എന്നാന്ന് വെച്ചാൽ, ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു പാത്രത്തിൽ എന്തെങ്കിലും തന്നു എന്ന് വിചാരിക്കുക, നമ്മൾ ആ പാത്രം തിരിച്ച് കാലിയായിട്ട് കൊടുത്തു വിടാൻ പാടില്ല. എന്തെങ്കിലും സാധനം അതിൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് കൊടുത്തു വിടണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. പണ്ടും അങ്ങനെ അമ്മച്ചി ചെയ്തത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടു തരുമ്പോൾ അത് തിരിച്ചു കൊടുത്തു വിടുമ്പോൾ ആ പാത്രത്തിൽ എന്തെങ്കിലും ഞാൻ തിരിച്ചു കൊടുത്തു വിടാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം അമ്മച്ചി പഠിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടോ? ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മളുടെ ഭാവി തലമുറയ്ക്ക് കൈമാറി കൊടുക്കേണ്ട കുറേ സ്വഭാവങ്ങളും കുറേ കാര്യങ്ങളൊക്കെയാണ് ഇതെന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി ഈ അവസരത്തിൽ ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും തരുവാണെങ്കിൽ തിരിച്ച് നിങ്ങൾ കൊടുത്തു വിടുമ്പോൾ അതിലെന്തെങ്കിലും, ഇന്നിപ്പോൾ എനിക്ക് ചക്ക തന്നപ്പോൾ ഇവിടെ മാമ്പഴം ഒരുക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ 2 മാമ്പഴം കൊടുത്തു വിട്ടു. അപ്പോൾ നമുക്ക് എന്ത് തന്നാലും നമ്മൾ അവരുടെ സന്തോഷത്തിന് തിരിച്ച് എന്തെങ്കിലും കൊടുത്തു വിടുക എന്നുള്ളൊരു പരിപാടി ഉണ്ട്. അത് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി അങ്ങനെ ചെയ്യണം കേട്ടോ. പിന്നെ അപ്പോൾ ഞാൻ ഇവിടുത്തെ അയൽപക്കമൊക്കെ കുഴപ്പമില്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇൻസ്റ്റയിൽ വീഡിയോ ഇടാൻ തുടങ്ങിയത്. അതോടുകൂടി ആ പൊട്ടത്തിലും ചീറ്റിലും കേട്ടോടുകൂടി അത് നിന്നുപോയി. അപ്പോൾ ഞങ്ങൾ അത്ര ക്ലോസ് അല്ലെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. ടോക്സിക് ആയിട്ടുള്ള വഴക്ക് കാര്യങ്ങളൊക്കെ ഉള്ള അയൽപക്കങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഇതുവരെ വന്നേ പിന്നെ കുഴപ്പമില്ല. പക്ഷേ ഒത്തിരി സംസാരിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് എനിക്കിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി സംസാരിക്കുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. എന്നാലും ഹാപ്പിയാണ്. അപ്പോൾ ഇങ്ങനെ ചക്ക കൊണ്ടുതന്നപ്പോൾ ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പിയായി. കാരണം നന്നാക്കിയൊക്കെ കൊണ്ടുതന്നെങ്കിൽ വീട്ടിലെ അമ്മച്ചിയൊക്കെയാണ് ഇങ്ങനെ ചെയ്ത് തരാറുള്ളത്. അപ്പം ഞാൻ ഇന്നത്തെ ഈ ചെറിയൊരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. വീട്ടിലിരിക്കുമ്പോഴാണെങ്കിൽ എന്തെങ്കിലും പണിയൊക്കെ ചെയ്യുമ്പോൾ ഇരുന്നുള്ള ജോലിയാണ്. ഞാൻ ടി വിയിൽ എന്തെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കും.
ഇനിയിപ്പോൾ നല്ല പെരയൊക്കെ തുടയ്ക്കുകയാണ്, പെരയൊക്കെ അടിക്കുകയാണെങ്കിൽ ഞാൻ പാട്ട് കേട്ടോണ്ടാട്ടോ എല്ലാം ചെയ്യാറ്. അപ്പം അങ്ങനെ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയാതെ പെട്ടെന്ന് പണി തീരുന്നൊരു ഫീൽ എനിക്ക് വരാറുണ്ട്. നിങ്ങളങ്ങനെ ചെയ്യാറുണ്ടോ? ചക്കയൊക്കെ നന്നാക്കി അടപ്പത്ത് വെച്ച് കടുവൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചായ ഇട്ട് കുടിക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ചായ ഇടുവാണ്. ഇപ്പം എന്താണെന്നറിയില്ല, എനിക്ക് ലെമൺ ടീ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ കുറച്ച് നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ട് ചായ ഇട്ട് ചക്കയുടെ കൂടെ കുടിക്കാനുള്ള പരിപാടിയാണ്. ഇച്ചാനെ വിളിച്ചപ്പോൾ ഇച്ചാൻ ഇച്ചിരി വൈകിയേ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വെല്ലുമിച്ചിയുടെ വീട്ടിൽ പോക്കൊക്കെ ക്യാൻസലായി. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചക്ക ഉണ്ടാക്കുമ്പോൾ തന്നെ ചൂടോടെ കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ കുറച്ചെടുത്ത് കഴിക്കാമെന്ന് കരുതി അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ചക്കയും നല്ല ചൂട് ചായയും കൂടി കുടിക്കാൻ പോവാണ്. ഇച്ചായം വന്നപ്പോൾ 9:30 ആയിട്ടോ. 9:30 വന്നപ്പോൾ ചിക്കനും കൊണ്ടാണ് വന്നായിരുന്നത്. അപ്പോൾ ചിക്കൻ എന്നും ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാനുള്ളൊരു മൂഡും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ അകത്ത് ഇടാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സിയിൽ അങ്ങോട്ട് അരച്ചെടുത്തു. തക്കാളി, സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം അരച്ചു. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു. അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം കൂടി ഇട്ടിട്ട് ചേർക്കാനുള്ള പൊടികൾ മസാലകളെല്ലാം ചേർത്തു. അത് കഴിഞ്ഞിട്ട് ഈ പേസ്റ്റും കൂടി അതിൻ്റെ അകത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് ചിക്കൻ ചേർത്ത് കൊടുത്തു. അങ്ങനെ അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ കൊണ്ട് ചിക്കൻ കറി റെഡിയായി. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആ ഗ്രേവിക്കൊക്കെ എന്നെ അതിൻ്റെ ആ ടെക്സ്ചർ കണ്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. അങ്ങനെ ഈ ചായയും ചക്കയും ചിക്കനൊക്കെ കഴിക്കാനുള്ള പരിപാടിയിലാണ്. ഞാൻ ഓൾറെഡി കഴിച്ചായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുറച്ച് തുണി മടക്കാനുണ്ടായി. തുണി മടക്കി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഈ ചായയും കുളിയും കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ചായനും ചായ കൊടുത്ത് ഞങ്ങൾ സിനിമ കാണും കേട്ടോ. ഒന്ന് ശനിയാഴ്ചയല്ലേ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത് എനിക്ക് വലിയ താല്പര്യമില്ല. ഞങ്ങൾ ഈ 8 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് 4 സിനിമയും കണ്ടിട്ടുള്ളൂ ആകെ തിയേറ്ററിൽ പോയിട്ട്. എനിക്ക് എന്തോ തിയേറ്റർ ഇഷ്ടമല്ല. വീട്ടിലിരിക്കുമ്പോൾ OTT ആകുമ്പോൾ നമുക്ക് നമ്മുടെ സൗകര്യത്തിന് സമയത്തിനനുസരിച്ചിട്ടൊക്കെ ഇരുന്ന് കാണാം. പിന്നെ ഇടയ്ക്ക് നമുക്ക് വർത്താനം പറയാം. ഒരു ഫ്രീ ആയിട്ടിരുന്ന് വീട്ടിലിരുന്ന് കാണാമല്ലോ. അതുകൊണ്ട് എനിക്ക് വീട്ടിലിരുന്ന് സിനിമ കാണാൻ ഇഷ്ടം. ഇതേതോ പുതിയ സിനിമ സൽമാൻ ഖാൻ്റെയും പിന്നെ രശ്മികയുടെയും സിനിമ, സിക്കന്ദർ എന്നാന്ന് തോന്നുന്നു പേര്. കുഴപ്പമില്ല, കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇച്ചായം പോയി കിടന്നു. ഞാനപ്പോൾ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് എനിക്ക് ഒരു മോട്ടിവേഷൻ വേണമെന്ന് തോന്നുമ്പോൾ ഞാൻ എൻ്റെ വീഡിയോസൊക്കെ തന്നെ എടുത്ത് കാണും. ഞാനിപ്പോൾ ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോകാനായിട്ട് ഇറങ്ങുവാണ്. ചെറുതായിട്ടൊരു പൊടിമഴ പെയ്തു. അതാണ് മുഖം അങ്ങ് വല്ലാണ്ടായി പോയത്. പള്ളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഇച്ചായൻ പറഞ്ഞു, ഇച്ചായൻ അത്യാവശ്യമായിട്ട് പുറത്ത് പോകണം, അപ്പോൾ എന്നെ വീട്ടിൽ കൊണ്ടുവിടാമെന്ന്. അങ്ങനെ ചാച്ചൻ്റെ പിള്ളേരും ആരൊക്കെയാണെന്നറിയോ, വണ്ടി ഓടിക്കുന്നത് സാജിക്കുട്ടൻ, പുറകെ ഇരിക്കുന്നത് ബേബിക്കുട്ടൻ, അതിൻ്റെ അപ്പുറത്തിരിക്കുന്നത് കുഞ്ഞുമോൻ. ഞങ്ങളെ എല്ലാവരും കൂടി എന്നെ വീട്ടിൽ കൊണ്ടുവിടാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളയഞ്ചിറങ്ങര നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുമായിരിക്കും എൻ്റെ വീഡിയോയിലൂടെ. ഇല്ലെങ്കിൽ കണ്ടോളൂ. ഞാൻ വളയഞ്ചിറങ്ങരയ്ക്ക് എത്തി. ഞാൻ പഠിച്ച സ്കൂളാണ് ഇടത്തെ സൈഡിൽ കാണുന്നത്, വളയഞ്ചിറങ്ങര ഹയർ സെക്കൻഡറി സ്കൂൾ. ഈ വളയഞ്ചിറങ്ങര സിറ്റിനെ പറ്റി വലിയൊരു വീഡിയോ ചെയ്യണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പറ്റിയാൽ ഏതെങ്കിലുമൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ പരിപാടി ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. എത്ര വയറ് നിറഞ്ഞിരുന്നാലും വീട്ടിൽ അമ്മച്ചിയുടെ കറിയൊക്കെ കൂട്ടി ചോറിനതാണ് എൻ്റെ സ്വർഗം. ചോറൂടൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ അതികൂടെയൊക്കെ പരതി നടന്നു കഴിഞ്ഞപ്പോൾ എനിക്കിതേ പണ്ട് എൻ്റെ ഒരു കൂട്ടുകാരി കവിതയുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നുണ്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവൾ കൊടുത്തത്. അപ്പോൾ അത് കുറച്ച് വീട്ടിലിരിപ്പുണ്ടായി. അപ്പോൾ എൻ്റെ ബുക്ക് ഷെൽഫിലേക്ക് കുറച്ച് എടുത്ത് വെക്കാമെന്ന് കരുതി ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ ഡൈജസ്റ്റ് വായിച്ചിട്ടുണ്ടോ? ഡൈജസ്റ്റ്, യൂറിക്കൊക്കെ ഇരിപ്പുണ്ടായി അവിടെ. അന്നൊക്കെ ഇതിന് 6 രൂപ 5 രൂപയൊക്കെ ആയിരുന്നു. ഇതൊരെണ്ണം വാങ്ങാൻ കൊതിച്ചിട്ടുണ്ട് പണ്ട്. വലുതായപ്പോൾ പിന്നെ ഇതിനുള്ള ക്രേസൊക്കെ പോയി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതേ രാത്രി അത്താഴം ഉണ്ണുവാണ്. അത്താഴത്തിന് ബിരിയാണി ആയിരുന്നു. അങ്ങനെ അതും കഴിച്ച് കിടക്കുവാണ്. ഈ ചായനൊന്നും വരില്ലെന്ന് പറഞ്ഞു, അവിടെ എന്തോ തിരക്കാണ്. അപ്പോൾ രാവിലെ വരുള്ളൂ. അപ്പോൾ ഇന്നത്തെ സമാധാനമായിട്ടുള്ള ഉറക്കത്തിലേക്ക് ഞാൻ പോട്ടെ. നാളെ രാവിലെ ചായ വിളിക്കാൻ വരും. അപ്പോൾ നാളെ രാവിലെ തന്നെ വീട്ടിലോട്ട് തിരിച്ചു പോകും. പിറ്റേ ദിവസം രാവിലെ എണീറ്റ വഴി നല്ല ചൂട് കട്ടൻ ചായയും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ എണീക്കുമ്പോൾ തന്നെ കട്ടൻ ചായ അത് മസ്റ്റാണ്. കട്ടൻ ചായ കുടിച്ച് ഇച്ചായനെ വെയിറ്റ് ചെയ്തിരിക്കുക. ഞാൻ കൈയും വീശിയാണ് വന്നത്. തിരിച്ചു പോകുമ്പോൾ 2 ബിഗ് ഷോപ്പർ നിറച്ച് സാധനങ്ങളുണ്ട്. എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയായിരിക്കും. കല്യാണം കഴിഞ്ഞ് മക്കൾ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകുമ്പോൾ അമ്മമാർ എന്തെങ്കിലുമൊക്കെ തന്നു വിടുമല്ലോ. ഇച്ചായൻ എന്നെ കൊണ്ടുപോകാൻ രാവിലെ തന്നെ വന്നതുകൊണ്ട് ഒരു 8:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വീടെത്തി. ഇച്ചായനൊന്ന് വർക്ക്ഷോപ്പിൽ പോകണമായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് ഇച്ചായൻ.
പിന്നെ ഞാൻ കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ എനിക്കുള്ളത് മാത്രം അമ്മച്ചി തന്നു വിട്ടു. അപ്പോൾ വേറെ പ്രത്യേകിച്ച് കുക്കിങ്ങൊന്നും ഇല്ലാത്തതുകൊണ്ട് റിലാക്സ് ചെയ്തിരിക്കുവാണ്. അപ്പോൾ ഒരു ദിവസത്തെ വിശേഷം നിങ്ങളിലേക്ക് എത്തിക്കാൻ എഴുതിയിട്ടിപ്പോൾ തിങ്കളാഴ്ച രാവിലെ വരെയുള്ളതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇനിയുള്ള വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ബൈ.